ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നാളും മണ്ണിലെ സാധുവിലും എല്ലാരും ആരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവുമേ, എന്നെ കരുതുന്ന കർത്താവുമേ, എന്നേശുവേ നീ ആശ്രയം. എന്നാളും മണ്ണിലെ സാധുവിലും എല്ലാരും ആരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവുമേ, എന്നെ കരുതുന്ന കർത്താവുമേ. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരക്കുളം. പരിശുദ്ധനാകുന്ന ദൈവത്തിന് മഹത്വവും ബഹുമാനവും ശക്തിയും ബലവും ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും മഹാദൈവം മനസ്സലിഞ്ഞ് നമുക്ക് നൽകിയ ഈ പ്രഭാതത്തെ ഓർത്ത് കർത്താവിന് മഹത്വവും ബഹുമാനവും സ്തുതിയും വീണ്ടും അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവ് മഹാദൈവമാണ്, സത്യദൈവമാണ്, സർവത്തിനും മീതെ വാഴ്ത്തപ്പെട്ടവനായ ദൈവമാണ്. അവിടുന്ന് ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. അവിടുന്ന് സകലത്തിൻ്റെയും പരിപാലകനാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവനാണ് നമ്മളുടെ വെളിച്ചമായിട്ട് മാറിയത്. ആ ജീവനാകുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലെ പ്രത്യക്ഷത എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ നാം പഠിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ എന്നുള്ള നാമത്തിൽ ആദ്യമായി പ്രത്യക്ഷനായിട്ട് പിന്നെ ദൈവമായി, യഹോവയായ ദൈവമായി അവിടുന്ന് വെളിപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ച പാഠങ്ങളുടെ മറ്റൊരു ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദെയോൻ എന്ന യഹൂദന്മാരുടെ ന്യായാധിപതിയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ന്യായാധിപതിയായിരിക്കുന്ന ഗിദെയോൻ, അദ്ദേഹം മിദ്യാന്യ ശത്രുക്കളുടെ കയ്യിൽ നിന്നും സ്വയം രക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ കൃഷിയിടവും അതുപോലെ തന്നെ തനിക്കുള്ളതെല്ലാം പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം ആയിരിക്കുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിലെ 6-ാം അധ്യായം, ന്യായാധിപന്മാർ 6-ാം അധ്യായം 11-ാം വാക്യത്തിലെ യഹോവയുടെ ദൂതന് ഒരു കരുവേലകത്തിന്റെ കീഴിൽ വെച്ച് ഗിദെയോന് പ്രത്യക്ഷനാകുകയാണ്. അദ്ദേഹം ഗിദെയോന് പ്രത്യക്ഷനായിട്ട് ഗിദെയോനോട് സംസാരിക്കുന്നതായിരിക്കുന്ന ചരിത്രം 6-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 6-ന്റെ 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷമായി ഗിദെയോനോട് സംസാരിച്ച് ഗിദെയോന് നിയോഗം നൽകുന്നതായി കാണാൻ കഴിയും. കൂടാതെ 21-ാം വാക്യത്തിലും 22-ാം വാക്യത്തിലും യഹോവയുടെ ദൂതൻ എന്നുള്ള നാമത്തിലാണ് അവിടെ ഗിദെയോനോട് ഈ വ്യക്തി സംസാരിക്കുന്നത്. എന്നാൽ 6-ന്റെ 20-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതൻ എന്നുള്ള പ്രയോഗവും കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവയുടെ ദൂതനായി പലതവണയും ദൈവദൂതനായി ഒരു തവണയും ഗിദെയോനുമായിട്ട് സമ്പാദിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. ആ സമയത്ത് മിദ്യാന്യർ ഞങ്ങളെ അടിമകളായി വെച്ചിരിക്കുകയാണെന്നും മിദ്യാന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ ആര് രക്ഷിക്കും എന്നുള്ളതായിരിക്കുന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇവിടെ പ്രത്യക്ഷനായതായിരിക്കുന്ന യഹോവയുടെ ദൂതൻ പിന്നെ യഹോവ എന്നുള്ള നാമത്തിലാണ് അവനോട് ഇടപെടുന്നത്. 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കുക. അപ്പോൾ യഹോവ അവനെ നോക്കി, ഈ ബലത്തോടെ പോക. അപ്പോൾ യഹോവ അവനെ നോക്കി. 6-ന്റെ 16 നോക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ അവനോട് നിന്നോട് കൂടെ ഞാൻ ഇരിക്കും എന്ന് പറയുകയാണ്. 6-ന്റെ 23 വായിക്കുക. യഹോവ അവനോട് നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ആദ്യമായിട്ട് ദൈവത്തിന്റെ ദൂതൻ എന്നുള്ള നാമത്തിൽ പ്രത്യക്ഷമാകുന്നതായിരിക്കുന്ന ഈ വ്യക്തി അല്പസമയം കഴിയുമ്പോൾ ദൈവം അരുളി ചെയ്യുന്ന വിധത്തിൽ, ദൈവ നിയോഗം നൽകുന്ന വിധത്തിൽ ഇവിടെ ഗിദെയോനോട് ഇടപെടുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവയുടെ ദൂതൻ എന്നുള്ള നാമത്തിൽ പ്രത്യക്ഷനാകുന്ന ദൈവമാകുന്ന കർത്താവിൻ്റെ ആ മാറ്റമില്ലാത്തതായിരിക്കുന്ന ആ സന്ദേശം ഇവിടെ ഗിദെയോൻ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ വീണ്ടും ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാം. യഹോവയുടെ ദൂതൻ, ദൈവദൂതൻ എന്നുള്ള നാമത്തിൽ ഗിദെയോന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഗിദെയോന് നിയോഗങ്ങളും കൽപ്പനകളും നൽകി അവനോട് അരുളി ചെയ്യുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ തന്നെയാണ് മറ്റ് ഭാഗങ്ങളിൽ യഹോവ എന്നുള്ള നാമത്തിൽ വെളിപ്പെടുന്നത്. യഹോവ എന്ന നാമത്തിൽ പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വലിപ്പവും മഹത്വവും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19, 21, 26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിനക്ക് സമാധാനം എന്ന് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അതുപോലെ തന്നെ നിനക്ക് സമാധാനം എന്ന് 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യഹോവ പറയുന്നുണ്ട്. യഹോവ അവനോട് നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്യുകയാണ്. പുതിയ നിയമത്തിൽ പലതവണ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 2 വാക്കുകളാണ് ഭയപ്പെടേണ്ട, സമാധാനത്തോടെ പോക. ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേ വചനം തന്നെ കർത്താവ് പഴയ നിയമത്തിൽ ഗിദെയോനോട് ഉച്ചരിക്കുകയാണ്. നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, ഈ ബലത്തോടുകൂടെ പോക എന്ന് പറയുകയാണ്. ഗിദെയോൻ കടന്നു വന്നതായിരിക്കുന്ന ഈ ദൈവത്തിന്റെ ദൂതനെ സൽക്കരിച്ച കാര്യം കാണാനായിട്ട് കഴിയും. ഒരു കോലാട്ടുകുട്ടിയെ കൊന്ന് അതിൻ്റെ മാംസവും 1 പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്തതായിരിക്കുന്ന വടകളും ഉണ്ടാക്കി കുറച്ച് ചാറുമായിട്ട് ഒരു കിണ്ണത്തിൽ അദ്ദേഹം കടന്നു വന്നു. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ആ മാംസവും ആ വടകളും പാറപ്പുറത്ത് വെക്കുക, അതിനുശേഷം അതിന് മുകളിലായിട്ട് ചാറൊഴിക്കുക എന്ന് പറഞ്ഞു. ഗിദെയോൻ അതുപോലെ ചെയ്തു. യഹോവയുടെ ദൂതൻ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന വടി കൊണ്ട് അതിലൊന്ന് തൊട്ട സമയത്ത് ഉടനെ പാറയിൽ നിന്നും തീ പുറപ്പെട്ടിട്ട് ഈ മാംസവും ഈ വടകളും എല്ലാം ദഹിപ്പിച്ച് കളഞ്ഞു. ഈ ഭയങ്കരമായിരിക്കുന്ന കാഴ്ച കണ്ട് ദൂതന്റെ മുൻപാകെ ഗിദെയോൻ ഭയന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ യഹോവയുടെ ദൂതൻ പറഞ്ഞു, നിനക്ക് സമാധാനം. എന്നാൽ ഗിദെയോന് ഭയമുണ്ടായി. അദ്ദേഹം പറയുകയാണ്, 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ദൈവമാകുന്ന യഹോവയെ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. യഹോവയുടെ ദൂതനെ അഭിമുഖമായിട്ട് കണ്ടവരെല്ലാം ഭയന്നിട്ടുണ്ട്. നമുക്കറിയാം, യാക്കോബ് പിതാവ്, ഗിദെയോന്റെ മുത്തച്ഛനായിരിക്കുന്ന യാക്കോബ് പിതാവ് ദൈവത്തിന്റെ ദൂതനെ നേരിട്ട് കണ്ട് ഭയന്നതായിരിക്കുന്ന സന്ദർഭം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്. അതെല്ലാം ഗിദെയോന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ വ്യക്തമായി പഠിച്ചുകൊള്ളുക, ഗിദെയോന്റെ മുൻപാകെ യഹോവയുടെ ദൂതൻ എന്നുള്ള നാമത്തിൽ പ്രത്യക്ഷനാകുകയും പിന്നെ യഹോവ എന്ന വിധത്തിൽ ഗിദെയോന് നിയോഗങ്ങളും അരുളപ്പാടുകളും നൽകുന്നതായിരിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയായിരുന്നു. പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ച് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയവനാകുന്ന കർത്താവ് ഇപ്പോൾ പാറയിൽ നിന്നും തീ പുറപ്പെടുവിച്ചുകൊണ്ട് ഗിദെയോന് നിയോഗം നൽകുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിപ്പം, മഹത്വം, അവിടത്തെ സർവ്വ വല്ലഭത്വം എന്താണെന്ന് ഈ പാഠങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. നമ്മുടെ കർത്താവ് പഴയ നിയമത്തിൽ പ്രത്യക്ഷനായ ഗിദെയോന് നിയോഗവും കൽപ്പനകളും നൽകിയ മഹാദൈവമാണ് എന്നുള്ളതായിരിക്കുന്ന ചിന്തയോടുകൂടി ആ പാഠങ്ങൾ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും സഹോദരി സഹോദരന്മാരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിച്ച എല്ലാ നന്മകളും നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.